Good morning, good afternoon, and good evening to everyone that's joining us all over the world. ഇന്ന് ഞങ്ങൾ കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. കാനഡയിൽ നിന്നുണ്ട്, US നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കൂടിയേക്കുന്നത് പലരും ഞങ്ങളോട് പല ക്വസ്റ്റ്യൻസും ഈ ബിസിനസ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. പലപ്പോഴായിട്ട് ഞങ്ങൾ ലൈവിൽ വന്ന് പറയാറുമുണ്ട് എന്താണ് ഈ ബിസിനസ് എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വീണ്ടും വന്നേക്കുവാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ് ഇൻ. അപ്പോ നമുക്ക് ഇവിടെ ഒത്തിരി പേരുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആണുങ്ങളുണ്ടോ ഈ ബിസിനസ്സിലെന്ന്. തോമസ് ചേട്ടൻ അതിന്റെ തെളിവായിട്ട് ഞങ്ങളുടെ ഒപ്പം ഇന്നുണ്ട്. ഓക്കെ, അപ്പം ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മുടെ തോമസ് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തോമസ് ചേട്ടൻ, ഓവർ ടു യു. താങ്ക് യു. എൻ്റെ പേര് തോമസ് പോൾ. ഞാൻ USA-ലായിട്ട് 45 വർഷമായി ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നു. 2 ആൺകുട്ടികളും 4 ഗ്രാൻഡ് ചിൽഡ്രനും ഉണ്ട്. ഞാൻ പല ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ റിയൽ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ 70s-ലാണ്. അതുകൊണ്ട് പഴയതുപോലെ എൻ്റെ കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ലോങ് ഡ്രൈവിങ് പ്രയാസമായിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ കൂടുതലും സാറ്റർഡേ ആൻഡ് സൺഡേ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ വന്നതോടുകൂടി എനിക്ക് സാറ്റർഡേ സൺഡേ വീട്ടിലിരുന്നുകൊണ്ട് ഈ ഡിജിറ്റൽ ബിസിനസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ബിസിനസ് എൻ്റെ നേരത്തെയുള്ള ബിസിനസ്സിലൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ മണി ഓർഡർ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല ബിസിനസ് ചെയ്തിട്ടുണ്ട്. എവിടെയും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ എൻ്റെ പ്രസൻസ് ആവശ്യമായിരുന്നു. എന്നാൽ ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് ചെല്ലണം, ഇന്ന സമയത്ത് അവിടുന്ന് പോരാനൊക്കത്തുള്ളൂ, അങ്ങനെ ഇല്ല. നേരത്തെ 6 ദിവസവും ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം റിയൽ എസ്റ്റേറ്റിൽ ചിലവാക്കുന്നു. കൂടുതൽ സമയം ഡിജിറ്റൽ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. ഇതിന് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക്. അതാണ് ഈ ബിസിനസ്സിനുള്ള ഏറ്റവും ഗുണമായിട്ടുള്ളത്. നമ്മൾ ആ ട്രെയിനിങ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് ചെയ്യാം. ലേഡീസ് ഓർ മെൻ, ഡസൻറ്റ് മാറ്റർ. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. ആണോ, 70s-ലുള്ള ആളിന് ചെയ്യാമെങ്കിൽ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, തോമസ് ചേട്ടൻ നമ്മളെ തെളിയിച്ചേക്കാണ്. ഓക്കെ, ഈ ബിസിനസ്സിൽ പ്രായമായവർക്ക് ചെയ്യാം, ആണുങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ ഒരു ബിസിനസ്സും ആണിനോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് വേണേലും ചെയ്യാം. പക്ഷെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും തോമസ് ചേട്ടൻ അത് തെളിയിച്ചിരിക്കുകയാണ്. Okay, thank you, Thomas Etta, for your honest, you showed us എന്താണ് ലൈക്ക് പല ബിസിനസ്സുകളും ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പം നാച്ചുറലി ചേട്ടന് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു അല്ലാതെ ചുമ്മാ ഓടി വന്ന ഒരു ആളല്ല. ഓക്കെ, ഒത്തിരി ബിസിനസ്സുകൾ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് സോ ഗ്രേറ്റ് അല്ലേ. നമുക്ക് അതിൽ അങ്ങനെ ഒരാൾ പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മേഘ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ മേഘനെ? എല്ലാരും ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് വരുന്നതായിരിക്കും. മേഘ മ്യൂട്ടഡ് ആണ്. ഹലോ എവരിവൺ, താങ്ക് യു പ്രേസി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. കുറെ പേർക്കൊക്കെ എന്നെ അറിയാം, എന്നാൽ എന്നെ അറിയില്ലാത്തവർക്ക് എൻ്റെ പേര് മേഘ. ഞാൻ കാനഡയിലാണ്. ഒരു RN-ആയിട്ട് ഓപ്പറേറ്റിംഗ് റൂമിൽ വർക്ക് ചെയ്യുവാണ്. 3 ആൺകുട്ടികളുണ്ട്. ഞാൻ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പോൾ ഇവിടെ സെറ്റിൽഡ് ആയിട്ട് 13 വർഷമായി. ഇതിൻ്റെ എല്ലാം കൂടെ ഫുൾ ടൈം അവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് ഒരു ഡിജിറ്റൽ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. താങ്ക് യു മേഘ. ഓവർ ടു യു ജൂലി ചേച്ചി. ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജൂലി. ഞാൻ പെൻസിൽവേനിയയിൽ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡും 2 കുട്ടികളും. കുട്ടികൾ ഒരാൾ കോളേജിലും ഒരാൾ
സ്കൂളിൽ ഹൈസ്കൂളിൽ ജൂനിയറാണ്. ഞാൻ ഒരു ഫുൾ ടൈം ഫാർമസിസ്റ്റാണ്. ഒരു ഫാർമസി മാനേജ് ചെയ്യുകയാണ്. ഇവിടെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. അപ്പം ആ ഫുൾ ടൈം ജോലിയുടെ കൂടെ തന്നെ എനിക്ക് എന്താണ് ഒരു സൈഡ് ഹസിലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അതർ ദാൻ ഒരു ഫാർമസി മാനേജ് ചെയ്യുന്നതല്ലാതെ. അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ചെറിയ ബിസിനസ് അങ്ങനെ അലോങ് വിത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊട്ടും ഇൻവോൾവ് ഒന്നും അല്ല. അപ്പം നമ്മൾ ടോട്ടലി ന്യൂ ആണ് ഇതിൽ, ബിസിനസ് എന്ന് പറഞ്ഞ ഫീൽഡിൽ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഇത് എൻ്റെ ജോലിക്ക് യാതൊരു കോൺഫ്ലിക്റ്റും വരാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. കാരണം ഇത് നമ്മൾ ഓട്ടോമേറ്റഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജോലിയുടെ ടൈമിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ജോലിയുടെ ഈവനിങ് ആഫ്റ്റർ 6 o'clock ഉള്ള ടൈമിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇവിടെ 8:30 ആയി, 8 o'clock ആയി. എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞുള്ള ടൈമാണിത്. എൻ്റെ ഫ്രീ ടൈം ബേസിക്കലി എൻ്റെ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ടൈം ഒക്കെ ആണെന്ന് പറയാം. ആ ടൈമാണ് ഞാനിവിടെ എടുത്ത് ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മീ. താങ്ക് യു ജൂലി ചേച്ചി. ജൂലി ചേച്ചി മേഘയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ടൈം ഒരു വലിയ പ്രശ്നമാണല്ലോ. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ലൈക്ക് വി ക്യാൻ ഏൺ മണി, അല്ലെങ്കിൽ നമ്മൾ ടൈം നമ്മൾ ട്രേഡ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് പല ബിസിനസ്സുകളും റൺ ചെയ്യുന്നത്. ഈവൻ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ പോലും യു ഹാവ് ടു ട്രേഡ് എ ലോട്ട് ഓഫ് യുവർ ടൈം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഒരു ജോലിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ആകാതെയോ, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആകാതെയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ഓൺലൈൻ ബിസിനസ്. ഓക്കെ, താങ്ക് യു ജൂലി ചേച്ചി. നെക്സ്റ്റ് ബിജി, ഓവർ ടു യു. Hi, thank you, Tracy, for setting this live. And എൻ്റെ പേര് ബിജി റോസ് സ്റ്റാൻലി. ഞാൻ അരിസോണ USA-ലാണ് ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു 23 years ആയിട്ട് അരിസോണയിലാണ്. രണ്ട് കുട്ടികളുണ്ട്. മൂത്തയാൾ കോളേജിലും ഇളയാൾ ഇപ്പം സീനിയർ ഹൈസ്കൂളിലുമാണ്. പിന്നെ ഞാൻ ഒരു ഫുൾ ടൈം IT പ്രൊഫഷണലാണ്. ഇതെൻ്റെ ഡിജിറ്റൽ ബിസിനസ് ഞാനൊരു സൈഡ് ഹസിലായിട്ട്, ഇതെൻ്റെ ആദ്യത്തെ ബിസിനസ്സുമാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ട്രെയിനിങ് അത്രയ്ക്കും നല്ലതായതുകൊണ്ട് ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ ഫുൾ ടൈം വർക്ക് കഴിഞ്ഞിട്ട്, ഇപ്പം എനിക്കിവിടെ 6 PM ആയി, വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സൈഡ് ഹസൽ ഫോർ എനിബഡി ഹൂ ഈസ് ലുക്കിംഗ് ഫോർ എ സൈഡ് ഹസൽ ഫോർ എക്സ്ട്രാ ഇൻകം. Back to you. Thank you, B. Chechi. Next, we go to Elsie Chechi. Elsie Chechi, you're muted. Yeah. Thank you, Prasad. Thank you for inviting me to your page. And good morning from Australia, and welcome for everyone who is watching us live or recorded as a recorded session for later. എൻ്റെ പേര് എൽസി. പ്രൈസി പറഞ്ഞ പോലെ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ സെറ്റിൽ ആയിരിക്കുന്ന കഴിഞ്ഞ ഒരു 18 years ആയിട്ട്. ഹസ്ബൻഡും 2 ബോയ്സും ഉണ്ട്. മൂത്തയാള് യൂണിയിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 11th പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു പ്ലാൻ ബി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം നഷ്ടപ്പെടാതെ, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ലാതെ, എൻ്റെ ലൈഫിൽ നോർമൽ ലൈഫിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ എങ്ങനെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കിട്ടും, അഡീഷണൽ ഇൻകം എങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു അന്വേഷണത്തിലാണ് ഞാൻ ഈ ബിസിനസ് കണ്ടതും 1 വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് റൺ ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് അറിഞ്ഞതോ തന്നെ ഞാൻ എടുത്ത് ചാടിയത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ലൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫ്രം മീ ഫോർ നൗ. Tracy, thank you all to you. ഓക്കെ, താങ്ക് യു എൽസി ചേച്ചി. സോ എല്ലാവരും തന്നെ പറഞ്ഞ പോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. ഇന്ന് പലർക്കും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പണ്ട് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും തന്നെ, അതോ ഇനി നമ്മളൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എല്ലാവർക്കും തന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു ബ്രോഡ് ചിന്താഗതി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ എന്ത് ചെയ്യും, എവിടെ തുടങ്ങും, എന്താണിത് ഒന്നും അറിയില്ലാത്തതുകൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പ്രൈസി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ മെൽബൺ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ 16 years ആയിട്ട് ഒരു അസോസിയേറ്റ് നഴ്സ് യൂണിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്ത് പോരുന്നു. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ ഈ ബിസിനസ് ഒരു 4.5 years ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു വരുന്നു. ആൻഡ് ഐ എം ഓൾസോ എ ബിസിനസ് കോച്ച് ചെയ്യാം. സോ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ എന്താണ് ഈ ഓൺലൈൻ ബിസിനസ്? ഒത്തിരി ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഈ ഓൺലൈൻ ബിസിനസ് എല്ലാം ട്രൂ ആണോ? ഇതൊക്കെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നത്? അപ്പം ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി നമ്മുടെ ഓഡിയൻസിന് അതൊരു നല്ല ഇൻസൈറ്റ് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഇത് എന്ത് ബിസിനസ് ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, വി ആർ അഫിലിയേറ്റഡ് വിത്ത് കമ്പനീസ് ആൻഡ് ദ കമ്പനീസ് ഹാവ് ദെയർ ഓൺ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ബട്ട് വി ആർ നോട്ട് സെല്ലിംഗ് എനി പ്രോഡക്ട്സ് ഓർ പ്രോഡക്ട്സ് ലൈക്ക് നമ്മൾ ഫേസ് ടു ഫേസ് ഒന്നും നമ്മൾ പ്രോഡക്ട്സ് പോയി സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല. ആസ് എ ബിസി പ്രൊഫഷണൽ, ആസ് എ മം, ആസ് എ ചർച്ച് വോളണ്ടിയർ, ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ആൾക്കാരെ വിളിച്ച് കൺവിൻസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കുക, അങ്ങനെയൊന്നും ഒരു ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ആൻഡ് ഇപ്പം ഞാനിങ്ങനെ വന്ന് ലൈവിലൊക്കെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ റിസർവ്ഡ് ആയ ഒരാളാണ്. ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആളാണെന്നല്ലാതെ അങ്ങനെ ചാടി കയറി ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. അപ്പം നാച്ചുറലി അങ്ങനെ ഒരു ബിസിനസ് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് അപ്പൊ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മാർക്കറ്റിംഗ് സൈഡ് ഓഫ് തിങ്സ് മാത്രമാണ് ചെയ്യുന്നത്. സോ വെൻ ത്രൂ അവർ മാർക്കറ്റിംഗ് അവർക്ക് ഒരു സെയിൽസ് ഉണ്ടാകുമ്പോൾ വി ഓൾസോ ലൈക്ക് നമ്മൾ അവർക്ക് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് പോളിയോ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വി വിൽ ബി പെയ്ഡ് ദ കമ്മീഷൻസ് ഫോർ ഇറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ. അഫ്കോഴ്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് ഒരു ലൈവിൽ വന്നിരുന്ന് സംസാരിച്ച് നിങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും അവർ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ എന്തിനാ ഈ ഓൺലൈൻ തന്നെ പോകുന്നത്? കാരണം ഓൺലൈൻ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത്, എന്നാൽ പിന്നെ ട്രഡീഷണൽ ആയിട്ട് തന്നെ ആ ബിസിനസ് അങ്ങ് ചെയ്താൽ പോരെ. അപ്പം ഒരു മേഘയോടാണ് ഈ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമുക്കൊരു ട്രഡീഷണൽ ബിസിനസ് ഓൺലൈൻ ബിസിനസ്സും ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് പറയാൻ പറ്റുമോ മേഘയ്ക്ക്? തീർച്ചയായിട്ടും പ്രൈസി. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബിസിനസ് എക്സ്പീരിയൻസും ഇല്ല. കാരണം ഞാൻ ആകെ പഠിച്ചേക്കുന്നത് നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. അതും വേറെ ഡിപ്പാർട്ട്മെന്റിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കല്ല, ഓപ്പറേറ്റിംഗ് റൂം. കാരണം നമ്മൾ നഴ്സിംഗ് ഈ പറഞ്ഞ പോലെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ കൂടുതലും OR-ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് OR എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇവിടെ കാനഡയിലാണെങ്കിലും എന്നെ കൊണ്ടുപോയി കോവിഡിന്റെ ഒക്കെ സമയത്ത് അവരൊരു വാർഡിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിക്കേ എന്താ ചെയ്യേണ്ടേ ഏതാ, എനിക്കൊരു പിടുത്തമില്ല. കാരണം ഒന്നും അറിയത്തില്ല ചെയ്യാനായിട്ട്. ബേസിക്കലി എന്താ പറയാ, ഡയപ്പേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അത് എവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്, എവിടെ പോയി എടുക്കേണ്ടതെന്ന് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാം അവർക്ക്. അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നല്ലാണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതാണ് എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ OR. അതെന്റെ പാഷനുമാണ്. ഇതല്ലാണ്ട് എനിക്കൊരു എന്താ പറയുക, ഒരു ബിസിനസ് എക്സ്പീരിയൻസേ ഇല്ല. പക്ഷെ ഞാനൊരു സെക്കൻഡ് ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ലോങ് ടൈം കെയറിൽ. അപ്പൊ എനിക്ക് ആ ജോബ് ഒഴിവാക്കണം, എന്നാലാണ് എനിക്ക്, കാരണം 7 days വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. 7 days ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫാമിലി ടൈം കിട്ടുന്നില്ല, പിള്ളേരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മര്യാദയ്ക്ക് കുക്കിംഗ് നടക്കുന്നില്ല, കുറേ കാര്യങ്ങൾ പെൻഡിങ് ആകുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല എന്നെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് ജോബ് ഒഴിവാക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു സൈഡായിട്ട് ചെയ്യണം. പക്ഷെ അത് ഒരിക്കലും ഒരു ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കുറെ അന്വേഷിച്ചു. ടെലിഹെൽത്ത് ഒക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ. കാരണം നഴ്സുമാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു ആ ലെവലിൽ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് എനിക്ക് പറ്റുന്നതല്ല. കാരണം സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ സ്റ്റിൽ പഞ്ച് ഇൻ പഞ്ച് ഔട്ട് ചെയ്യുന്ന സെയിം തന്നെ, വീട്ടിലിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആഡ് കണ്ട് ഈ ഒരു ബിസിനസിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് എന്നെ പോലുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ വർക്കിംഗ് പേരൻസ് ചെയ്യുന്ന ഒരു
ബിസിനസ്. അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഏറ്റവും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. കാരണം ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം, അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാർ. നമ്മൾ വിചാരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവർ അവരാ. ആക്ച്വലി അവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവിൽ ഇരിക്കുന്നവര്, അതുപോലെ അങ്ങനെയുള്ളവർ വരെ നല്ല സുഗമമായിട്ട് ഇത് കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്ലെക്സിബിൾ ആണ്. അവർ ഓൾറെഡി പറയുന്നുണ്ട് 1.5 hour ഒക്കെ നമ്മളൊരു ദിവസം കൊടുക്കണം, പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. പക്ഷെ എന്നാൽ നമ്മൾ അത് ഒരുമിച്ചിരുന്ന് കൊടുക്കണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലും ഇതെന്താണെന്ന് അറിയാൻ ശ്രമിച്ചതും. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഓളം ഉണ്ടെന്നുള്ളത്. ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ സെക്കൻഡ് ജോബ് ചെയ്യുന്നതിലും കഷ്ടപ്പാടായേനെ. കാരണം നമ്മൾ അതിനൊരു ഫിസിക്കൽ സ്പേസ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിസിക്കൽ സ്പേസ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നടന്ന് അതിനുള്ള റെന്റ് കാര്യങ്ങൾ, യൂട്ടിലിറ്റി, കുറെ കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. പിന്നെ ഞാനോ ഹസ്ബൻഡോ ഇപ്പോൾ ഒരാൾ ആ ഒരു ഷോപ്പിൽ ഒരു കുഞ്ഞു ഗ്രോസറി പോയിരുന്നാൽ പോലും അപ്പോഴും ഞങ്ങൾ ഒരാളെ അവേ ഫ്രം കിഡ്സ്. പിള്ളേര് മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോകും, സാറ്റർഡേ സൺഡേ അവർ വീട്ടിലുള്ളതല്ലേ. അപ്പൊ അന്നേരം നമ്മൾ അപ്പനും അമ്മയും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ അടുത്ത് ആരാ അല്ലെ. അപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രഡീഷണൽ ബിസിനസ് ആയാൽ അതും എനിക്ക് പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ സ്പേസിൽ നമ്മൾ പോയി ഇരുന്ന് നമുക്ക് അവേഴ്സ് ഇല്ല അതിൽ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പഞ്ചൗട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഒരു ഷോപ്പാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നേരത്തെ പോയി എല്ലാം തുറന്ന് എല്ലാം നല്ല അടുക്കും ചുറ്റിയോടെ ചെയ്യണം. നമ്മൾ ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ എംപ്ലോയീസിനെ വെച്ചാൽ നമ്മൾ സൂപ്പർവിഷൻ വേണം അല്ലെ, അപ്പോഴും നമ്മൾ പോകണം. പിന്നെ അവർക്കുള്ള പേയ്മെന്റ് കാര്യങ്ങൾ നടത്തണം, ഇൻവെന്ററി, സ്റ്റോർ കീപ്പിംഗ്, അതുപോലെ ഷിപ്പിംഗ്, ഇതെല്ലാം ചെയ്യണം. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എനിക്ക് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് ഹ്യൂജാ, നടക്കത്തില്ല. ഇപ്പൊ എന്നെയോ ഹസ്ബൻഡിനെയോ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ ഇൻകം കൊണ്ടും എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ലോൺ എടുത്താൽ പോലും അതൊരു വല്ലാത്തൊരു ഭാരമായിട്ട് ഞങ്ങൾക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3-4 പാർട്ട്നേഴ്സിനെ വെച്ച് ചെയ്യണം, അപ്പോഴും അതും ബുദ്ധിമുട്ടാണ്. നമ്മളെ കുറെ ലയബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ വരും നമുക്ക്. അപ്പൊ എന്ത് പറഞ്ഞാലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ഈ ബിസിനസ്സാണ്. കാരണം ഇത് ഫ്ലെക്സിബിളാണ്. നമുക്ക് നമ്മുടെ ഓൺ ടൈമിൽ നമ്മുടെ ഓൺ കംഫോർട്ട് സോണിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണം. അതായത് ഇപ്പൊ പലരും നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അടുക്കളയുടെ ഒരു മൂലയിൽ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാന്ന്. കാരണം അത്രയും ഫ്ലെക്സിബിൾ അത് മനസ്സിലാവണമെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. കാരണം ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവരാ. ലോണ്ടറി ഫോൾഡ് ചെയ്യുമ്പോൾ, പിള്ളേരെ പിക്കപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിള്ളേരെ ആക്ടിവിറ്റീസിന് വിടുമ്പോൾ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടൈമുകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുന്ന കുറെ പേരുണ്ട്. അല്ലാതെ ഇപ്പൊ ജോലി സമയത്ത് ചെയ്യാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്ടല്ല ജോലി ബിസിനസ്സിന് ഇരിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം, അതായത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കളയുന്ന ആ സമയം, അതിനകത്ത് കുറച്ച് സമയം എടുത്ത ജോലി ബിസിനസ്സിന് ഉപയോഗിക്കുന്നത്. ആ ഒരു സെയിം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു മൊബൈൽ നെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിൽ ഇരുന്നും നമുക്ക് ബിസിനസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നാട്ടിലൊരു വെക്കേഷന് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയുടെ കൂടെ ഒരു 2-3 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, എന്തിനും പോലെ നമ്മുടെ ബിസിനസ് നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാം. നമുക്ക് ഫിസിക്കലായിട്ട് ഒരു സ്റ്റോറോ കാര്യങ്ങളോ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണ്ട. ഈവൻ നമ്മൾ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിന്. പിന്നെ നമുക്ക് കുറെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൽ കിട്ടുന്നുണ്ട്. നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ നമ്മളതിന് ആദ്യമൊക്കെ നമ്മൾ മൗത്ത് ടു മൗത്ത് ആയിരിക്കും നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുവാണ്, അല്ലെങ്കിൽ കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടും, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുകയാണ്, അപ്പൊ എല്ലാവരോടും പറയണോട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വൈഡ് റീച്ചാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അത് നമുക്ക് ഏത് ലോകത്ത് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. ട്രഡീഷണൽ ബിസിനസ് നമുക്ക് അത് പറ്റത്തില്ല. നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുകയും ചെയ്യണം. ഇൻ കേസ് നമ്മൾ വെക്കേഷന് പോയാലോ നമുക്കത് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ട് പോകണം. എന്നാൽ നമുക്ക് സമാധാനമായിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. സോ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഈ ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം. കാരണം എന്റെ ജീവിതത്തിന് ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ
മേഘ പറഞ്ഞ ഒത്തിരി കാര്യങ്ങള് സത്യമാണ് അല്ലെ. നമ്മള് ഇപ്പം എന്റെ കുഞ്ഞുങ്ങൾ എന്നും പറയും നമുക്ക് ഡോഗിനെ മേടിക്കാം അതുപോലും എനിക്ക് പേടിയാ, വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ വെക്കേഷൻ പോകുമ്പോ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് പോകും, അങ്ങനെയുള്ള എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു ബിസിനസ് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന കാര്യം. മേഘ പറഞ്ഞ വളരെ സത്യമായ കാര്യം. പിന്നെ അതിന്റെ ഫ്ലെക്സിബിലിറ്റി, അതാണ് ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ 2 പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി. ജനുവരി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഇയർ എൻഡ് ആണല്ലോ. ഇപ്പൊ ജനുവരിയിൽ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് ജൂലൈയിൽ എന്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ ആയി, ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ട വന്നു. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് നമുക്കൊന്നും പോണം, നമുക്ക് ഇതൊരു ബാധ്യതയായിട്ട് മാറരുത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പം വളരെ മേഘ അത് ഭയങ്കരമായിട്ട് അത് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ശരിയാണ്, നമുക്ക് അതൊരു വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു പോരാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഇപ്പോഴും പേടിയാണ്. ഓക്കെ, ഓൺലൈൻ അല്ലേ, ഇത് എല്ലാം സ്കാം ആയിരിക്കും. ഓക്കെ, ശരിയാണ്, നമ്മളിപ്പോ ഇത്രയും പ്രൊഫഷണൽസ് ഇവിടെ വന്നിരിക്കുന്നു അല്ലെ. നമ്മള് ഫാർമസിസ്റ്റുകളുണ്ട്, നഴ്സസ്, പല സ്കോപ്പിലുള്ള നഴ്സസ് ഉണ്ട്, ഒരു റിയൽറ്റർ ആയ ഒരാളുണ്ട്, IT പ്രൊഫഷണലുണ്ട്. എങ്കിലും ഓക്കെ, ആൾക്കാർക്ക് വളരെ സ്കെപ്റ്റിക്കലായിരിക്കും, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു 4.5 വർഷം മുമ്പ് ഞാനും വളരെ സ്കെപ്റ്റിക്കലായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ സ്കാം ആയിക്കൂടെ എന്ന് ഉള്ളത് ചിന്തിച്ച ഒരാളാണ്. ഓക്കെ, ബിജി എങ്ങനെയാണ്, ഒരു IT പ്രൊഫഷണലാണ് അല്ലെ ബിജി, അപ്പം എങ്ങനെയാണ് ഇതൊരു സ്കാം അല്ല എന്ന് കണ്ടുപിടിച്ച് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങി തിരിച്ചത്? Over to you, ബിജി. ഓക്കെ, താങ്ക് യു പ്രൈസി. ഇത് എല്ലാവർക്കുമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇപ്പോൾ വളരെയധികമായിട്ട് സ്കാം നടക്കുന്നത് കൊണ്ട് ഓൾ ആർ സ്കെപ്റ്റിക്കൽ. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞങ്ങളെല്ലാവരും തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രീ ബിസിനസ് ഓവർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് അവർ നമ്മുടെ ലീഡ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെയുണ്ട് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോഴാണ് ഇത് സാധാരണ എല്ലാവർക്കും പിടികിട്ടുന്നത് ഇത് ലെജിറ്റിമേറ്റ് ബിസിനസ് ആണെന്ന്. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള പ്രൊഫഷണലിലുള്ള ആൾക്കാരുമുണ്ട്. ഇപ്പം ഈ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ 6 ആൾക്കാരും ഇവിടെ റിയൽ എസ്റ്റേറ്റിലുള്ള ആളുണ്ട്. അത് ലൈസൻസ് വേണം. തോമസ് ചേട്ടനാണെങ്കിൽ ലൈസൻസ് വേണം. ഈ നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർക്കും ലൈസൻസ് വേണം. ഞാനും ഒരു വളരെ റെപ്യൂട്ടഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ പ്രൊഫഷണലിലുള്ളവരും ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ, അവരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ തന്നെ പിടികിട്ടും ഇത് ലെജിറ്റിമേറ്റ് ആണെന്ന്. അതാണ് നമ്പർ 1. പിന്നെ ഉള്ളത് നമുക്കൊരു 7-day എഡ്യൂക്കേഷണൽ ഗ്രൂപ്പും ഉണ്ട്. അവിടെ വരുമ്പോഴത്തേക്കിന് 7 കോച്ചസ്, ദേ ഓൾസോ ടോക്ക് അബൌട്ട് ഡിഫറെൻറ്റ് തിങ് അബൌട്ട് ദിസ് ബിസിനസ്. പലരും ചോദിക്കുന്നത് മണി മാർക്കറ്റിംഗ് ആണ്. അതാണ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, മണി മാർക്കറ്റിംഗ് ആണോ? ഈവൻ ഇത് ലെജിറ്റിമേറ്റ് ആണെങ്കിലും, ഇപ്പം മണി മാർക്കറ്റിംഗ് ആണെങ്കിലും ദാറ്റ്സ് നോട്ട് ലെജിറ്റിമേറ്റ്, കാരണം അത് ഇല്ലീഗലാണ്. അപ്പോൾ ഇത് മണി മാർക്കറ്റിംഗും അല്ല. കാരണം ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഉണ്ട്. ഞങ്ങളത് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രൈസി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഇത് ഗ്ലോബലി റീച്ചബിൾ ആണ്. സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ കമ്പനിക്ക് വേണ്ടിയിട്ട്, അഫിലിയേറ്റഡ് ആയിട്ടുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നു. അതുവഴിക്ക് വളരെ ഹൈ കോമ്പൻസേഷൻ കിട്ടുന്നു. അത് ലെജിറ്റിമേറ്റ് ബിസിനസ് ആണ്. പിന്നെ ഞാൻ US-ലാണ്. എനിക്ക് കിട്ടുന്നത് 1099 ഫോം. അതാണ് നമ്മൾ ഈ ടാക്സ് റിട്ടേണിന് പേ ചെയ്യുന്നത്. അതുപോലൊക്കെ തന്നെ എല്ലാ കൺട്രീസിലും അതേപോലൊക്കെ തന്നെ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇത് ലെജിറ്റിമേറ്റ് ആണെന്ന് പറയുന്നതും. ഇത് വളരെ ലെജിറ്റിമേറ്റ് ആണ് താനും. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഹൈ പ്രൊഫഷണൽസിലുള്ളവർക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെല്ലാവരും തന്നെ ലൈസൻസ്ഡ് ആണ്. നഴ്സസ്, ഡോക്ടേഴ്സ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രൊഫഷണൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ലൈസൻസും വേണം. അല്ലെങ്കിൽ അവർക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഒരു ലെജിറ്റിമേറ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നത്. ബാക്ക് ടു യു പ്രൈസി. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ 4.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഓൺലൈൻ എന്നുള്ളത്, ഈവൻ ഓൺലൈൻ ഷോപ്പിംഗ് പോലും അങ്ങനെ ഫ്രീക്വന്റ് അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. ഓക്കെ, കോവിഡ് വന്ന പിന്നെയാണല്ലോ നമ്മളെല്ലാം ഇത് ഓൺലൈനിൽ ഇത് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ പോലും വളരെ സ്കെപ്റ്റിക്കലായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. കഴിവതും നേരിട്ട് പോയി എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇപ്പോഴും അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ട്രസ്റ്റഡ് സൈറ്റുകൾ മാത്രം അങ്ങനെ
സ്ഥിരമായിട്ട് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം എൻ്റെ മെൻറ്റർ, ഓക്കെ, പുള്ളിക്കാരി ഷെറിനാണ്, പലർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഒരുവിധം പെട്ടവരെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും ചുരുണ്ട മുടിക്കാരിയായ ഷെറിനല്ലേ നിന്റെ മെൻറ്റർന്ന്. ഓക്കെ, അത്രയും ഷെറിൻ ഫേമസ് ആണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അറിയാം എല്ലാവർക്കും. അപ്പം ഷെറിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ഓക്കെ, ആദ്യം തന്നെ വിചാരിച്ചു ഒരു ആറൻ, ഓക്കെ, ഒരിക്കലും പുള്ളിക്കാരി ഒരു ക്രിട്ടിക്കൽ ആറിനായിരുന്നു. ഞാനും ആ സമയത്ത് ക്രിട്ടിക്കൽ ആറിനാണ്. ഞാൻ ഓർത്തു എന്ത് പാടുപെട്ടാണ് നമ്മൾ ഒരു എന്താ ഇത് ചെയ്യുന്നത്, ഒരു രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്, അല്ലെ? നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നത്, നമ്മൾ പൈസ മുടക്കിയിട്ടാണ് കയറി വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിലെല്ലാം നമ്മൾ വന്നിട്ട് അതത് കോഴ്സുകൾ ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ എവറി ഇയർ വി ആർ റിന്യൂയിങ് ആ രജിസ്ട്രേഷൻ. അപ്പൊ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്, ആൻസേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെ? എന്താ നിങ്ങൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഫ്രോഡിൽ പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ ആരും എന്തോ അറ്റ് ദ സ്റ്റേക്ക് ഓഫ് ദാറ്റ് രജിസ്ട്രേഷൻ, അത്ര ഒരു വാല്യുബിൾ രജിസ്ട്രേഷൻ വെച്ചിട്ട് ആരും കളിക്കത്തില്ല, അല്ലെ? അങ്ങനെ അപ്പം ഞാൻ ട്രസ്റ്റ് ചെയ്ത ഒരു കാര്യം അതാണ്. പുള്ളിക്കാരി എന്നെ പോലെ തന്നെ ഒരു ആറിനാണ്, ഓക്കെ, നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, ഓക്കെ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും ആരും ഒരു സ്കാം അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ഓക്കെ, വൺസ് നമ്മൾ പെട്ടാൽ തന്നെ നമ്മളൊരു സ്കാം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എനി വൺ വുഡ് റിയലി കണ്ടിന്യൂ വിത്ത് ഇറ്റ്, അല്ലെ? അപ്പൊ ഇപ്പം ഞാൻ ഒരു 4.5 വർഷമായിട്ട് ചെയ്യുന്നു. എനിക്കറിയാം, ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തുടക്കത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയാവോ? അവരെന്നെ എന്ത് പ്രൈസി ഓക്കെ ആണ്, ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാ, ഞാൻ ആദ്യം ചെയ്തു നോക്കട്ടെ എന്നിട്ട് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കാരണം എനിക്ക് പോലും ഞാൻ ഇറങ്ങി തിരിച്ചു, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചാടിക്കാൻ ഇന്ന് ഞാൻ നല്ല ധൈര്യമായിട്ട് പറയും ആരോടാണെങ്കിലും. ഇന്നല്ല, ഞാൻ ലൈക്ക് വൺസ് ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞ് എനിക്ക് ശരിക്കും മനസ്സിലായി അതിൻ്റെ ഇത്രയും ട്രെയിനിങ്ങും ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ, ഇത്രയും സപ്പോർട്ടീവ് ആയ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഇത് സക്സസ്ഫുൾ ആകാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് നല്ല ധൈര്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഓക്കെ, അന്ന് പറഞ്ഞ പ്രൈസി അല്ല, ഓക്കെ, ഇന്ന് എനിക്ക് ഐ നോ, ഐ ഹാവ് പ്രൂഫ് ഓഫ് ഇറ്റ്, ഐ ഹാവ് എവിഡൻസ് ഓഫ് ഇറ്റ് ദാറ്റ് ദിസ് ഇസ് എ ലെജിറ്റിമേറ്റ് ആൻഡ് ദിസ് ഇസ് എ very good platform where anyone can earn. Okay, as far as you have the mindset to learn, you can earn. Okay, അതാണ് ഞാൻ എന്നും പറയുന്നത്. ഓക്കെ, അത് പറയുമ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഓക്കെ, ഇത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ എത്ര ഇടണം എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മേഘ തന്നെ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രഡീഷണൽ ബിസിനസ് വളരെ എക്സ്പെൻസീവ്, അത് മേഘയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ജൂലി ചേച്ചി എന്താണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്? ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ? ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഏത് ബിസിനസ് നമ്മൾ ചെയ്യാൻ തുടങ്ങി, ചെറുതോ വലുതോ ഏത് ബിസിനസ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടതായിട്ട്. അപ്പം നമുക്കിത് ട്രഡീഷണൽ ബിസിനസ്സിനെ വെച്ച് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് നമുക്ക് ലോ അപ്പ് ഫ്രണ്ട് കോസ്റ്റേ ഉള്ളൂ. അതാണ് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ്. കാരണം ഇപ്പം നമുക്കൊരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങണം. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്കിപ്പം ഞാൻ ഫാർമസി ഫീൽഡ് ആയതുകൊണ്ട് ഇപ്പം എനിക്കൊരു ഫാർമസി തുടങ്ങാൻ, അതാണ് എനിക്ക് പറ്റുന്ന കാര്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കുകയാണെങ്കിൽ, എനിക്ക് ആ ഫാർമസിക്ക് അതിന് വേണ്ട ബിൽഡിങ് വേണം, അതിന് വേണ്ട ഇൻവെൻറ്റോറി വേണം, അതിന് വേണ്ട എല്ലാ സപ്ലൈസ്, കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാ സാധനം വേണം. അപ്പം അങ്ങനെയെല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്കൊരു 200,000 ഇല്ലാതെ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു ബിസിനസ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് 24/7 എന്ന് പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത്രയും ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അകത്ത് നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത്, അത് ബ്രേക്ക് ഈവൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 5 years എങ്കിലും എടുക്കും. കാരണം നമുക്ക് ഒരുപാട് എന്താ പറയുന്നത്, നൂലാമാലകൾ അതിനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് എഫേർട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ടൈമും ഇതും സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫാമിലി ടൈം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകും.
അപ്പം ഇത് എന്ന് പറയുന്ന നമ്മുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ ഒരു സൈഡ് ഹസിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പല ലെവലിൽ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഏത് ടൈപ്പ് ഓഫ് കമ്മീഷനാണ് നമുക്ക് നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുന്നത്, നമ്മളെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് 0% ക്രെഡിറ്റ് കാർഡോ അങ്ങനെ ഇപ്പോൾ പൈസ അത്ര ഇടാനില്ലെങ്കിൽ അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. 2 ഇയർ കഴിഞ്ഞിട്ട് പേ ചെയ്യാവുന്നത്. പക്ഷേ അത് വിതിൻ 6 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പം അത്രയും നല്ല ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് പക്ഷേ കൂടുതൽ വർത്ത് ഉള്ള ഒരു ബിസിനസ് നമുക്ക് വേറെ ചെയ്യാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഓൺലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഒരുപാട് അങ്ങോട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിപ്പം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ സ്മാർട്ടായിട്ട് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ട് അതിൻ്റെ അകത്തേക്ക് വരണം എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയത്തുള്ളൂ. കാരണം ഇത് യാതൊരു വിധത്തിലും സ്കാമല്ല. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അത് നമുക്ക് ചെറിയ രീതിയിൽ വേണേൽ ചെയ്യാം, കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും നമുക്കുണ്ട്. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ടൈം ചെയ്യുകയല്ല. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുള്ളൂ. അല്ലാതെ ആരും നിങ്ങളെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഈ ബിസിനസ് തുടങ്ങുന്നതിനുള്ള ആ ഒരു ഇത് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവിധ ട്രെയിനിങ് കിട്ടും. ഇത് നമ്മുടെ സ്കിൽ ലെവൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് സപ്പോർട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വ്യത്യാസം ട്രഡീഷണൽ ബിസിനസ്സുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഓൺ എഫേർട്ട് ഇട്ട് അത് ഫുൾ കണ്ടുപിടിച്ച് അത് നമ്മൾ തന്നെ ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടും. 24/7 ആ സപ്പോർട്ട് നമുക്കുണ്ട്. എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആയാൽ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്ക് ടു യു പ്രൈസി. താങ്ക് യു ജൂലി ചേച്ചി. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ പലരും ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലോട്ടൊക്കെ വരുന്നവര് അവർക്ക് ചിലപ്പോൾ ഡ്രീംസ് ഉണ്ടാകും. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന തന്നെ ദർ ഇസ് എ ക്യാപിറ്റൽ അല്ലേ. അപ്പം ഓൺലൈൻ ബിസിനസ് ഇസ് നോ ഡിഫറെന്റ് ഫ്രം ദാറ്റ് അല്ലേ. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊരു ഇത്ര രൂപ എനിക്ക് എവിടെ നിന്ന് എങ്ങനെ എനിക്ക് തുടങ്ങാൻ പറ്റും, അങ്ങനെ എനിക്ക് മിക്കവാറും ഞാനൊരു 10-15 വർഷം വർക്ക് ചെയ്തിട്ടായിരിക്കും എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും. ഓക്കെ, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ജൂലി ചേച്ചി പറഞ്ഞ പോലെ പല സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മുടെ ഇതിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്ര എമൗണ്ട് എന്ന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാത്ത. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെർത്താണോ എന്ന് ആദ്യം അറിയണ്ടായോ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെർത്താണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ ചെയ്യുന്നതും അതാണ്. നിങ്ങളെ ആദ്യം തന്നെ നിങ്ങൾ പോയി വന്ന് പൈസ ഇട് എന്ന് ആരും പറയാറില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ഇൻഫോർമേഷൻ കണ്ടുപിടിച്ച് ഓക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫോർമേഷൻ നിങ്ങൾ തന്നെ ഗ്യാദർ ചെയ്ത് ഓക്കെ നിങ്ങൾക്ക് ഇത് വെർത്താണോ എന്ന് നിങ്ങൾ പലവരുടെയും എക്സ്പീരിയൻസുകൾ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ബിജി എന്തോന്ന് പറഞ്ഞ് ഇത് നമുക്കൊരു ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന്. അതിൽ മാത്രം നമ്മൾ നമ്മുടെ ഇൻകം എല്ലാം ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം അതിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ടീമിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഏൺ ചെയ്യുന്നവരാ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഏൺ ചെയ്ത്, എത്രത്തോളം ഏൺ ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് വന്ന് ഒരു പബ്ലിക് ഇതിലിരുന്ന് ബ്രാഗ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്.
ഉണ്ട് അല്ലെ. ആർക്കും അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും അവരുടെ ഇൻകം ഷെയർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വേർ യു വോണ്ട് ടു സ്റ്റാർട്ട് ഓർ വാട്ട് സ്ട്രാറ്റജി യു വോണ്ട് ടു സ്റ്റാർട്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, നാട്ടില് നമ്മള് തട്ടുകട ഇടുന്നവനും ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടൽ വിൽക്കുന്നവനും ഉണ്ട് അല്ലെ. അപ്പം ഒരു ചായ എല്ലായിടത്തും ചായയാണ്. പക്ഷെ അത് വിൽക്കുന്നതിന് പല സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ തുടങ്ങുന്ന തട്ടുകട തുടങ്ങുന്ന ഒരാൾക്ക് വളരെ വളരെ മിനിമം ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. പക്ഷെ അത് അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തട്ടുകട തുടങ്ങണോ അതോ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങണോ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഡസന്റ് മീൻ ബിസിനസ് എന്ന് പറയുന്നത് ഓൾറെഡി കാശുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ചിന്തിച്ച് മടിച്ചിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കം ആൻഡ് എക്സ്പ്ലോർ ഇറ്റ്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ പറയുമ്പം ഓക്കെ, ഇപ്പം അത്യാവശ്യം ഒരു ഏൺ ചെയ്ത് ഒരു വെസ്റ്റേൺ കൺട്രി വന്ന് ഏൺ ചെയ്ത് ഓക്കെ എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഇതെന്റെ റിട്ടയർമെന്റിന് ഹെൽപ്പ് ചെയ്യോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ബാങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പറയും എന്താ ദ ബെനിഫിറ്റ് ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ നമ്മൾ പലരും കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോ ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ഗോയിങ് ടു ബി മച്ച് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ അല്ലെ. അപ്പം എൽസി ചേച്ചി, എന്താണ് എൽസിജിക്ക് തോന്നുന്നത്, ഈ ബിസിനസ് നമുക്കൊരു റിട്ടയർമെന്റ് പ്ലാനിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ? എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രൈസി, അതുകൊണ്ട് മാത്രമാണല്ലോ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ. എന്റെ റിട്ടയർമെന്റ് പ്ലാൻ ആണ് ഈ ബിസിനസ്. അതിനു മുമ്പ് ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു നേഴ്സാണ്. നഴ്സിംഗ് ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ, നഴ്സിംഗ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും വേറൊരു പ്രൊഫഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ എനിക്ക് സാധിക്കുമെന്നും വിചാരിച്ചില്ല. കാരണം നമ്മൾ ഒരു 20 years തൊട്ട് നഴ്സിംഗ് ചെയ്യുന്നു, അത് പഠിച്ച് വേറെ ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നു, അതിനു മുമ്പ് UK അതിനു മുമ്പ് ഓവർസീസ് കൺട്രീസിലായിരുന്നു. ഇത് 4th ഓവർസീസ് കൺട്രിയാണ്, അതിന്റെ 3rd സ്റ്റേറ്റ് ഇൻ ഓസ്ട്രേലിയ. അപ്പൊ ഇവിടെ വന്ന് നല്ല നല്ല സാലറി കിട്ടുന്നു, നല്ല അതിന് തക്ക സേവിങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഓക്കെ, അതൊക്കെ മതി. നമ്മളിത് നന്നായിട്ട് പോകുന്നു, പിള്ളേർക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കാനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നു, വേറെ ആവശ്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലൈഫായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ബിസിനസിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മൾ ഫ്രീ ടൈം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യല്ലോ, അപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട് ഓക്കെ നഴ്സസ് ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 years മുമ്പ് എനിക്ക് മെഡിക്കൽ റീസണും കൊണ്ട് 2 പ്രാവശ്യം ലോങ് പീരീഡ് വിത്തൗട്ട് പേയിൽ ഇരിക്കേണ്ട ആവശ്യം. കാരണം നമ്മൾ അതുവരെ നമ്മൾ റിയലൈസ് ചെയ്തില്ല, ഓക്കെ സിക്ക് ലീവ് ഉണ്ട്, ഓക്കെ നമുക്ക് ഒരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്ക് ലീവ് ഉണ്ടല്ലോ, വിത്ത് പേയിലാണല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ദൈവമല്ലേ തീരുമാനിക്കുന്നത്. നമുക്ക് നാളെ എന്ത് വരുന്നു അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ലോങ് പീരീഡ് ഇങ്ങനെ വിത്തൗട്ട് പേയിൽ ഇരിക്കേണ്ട വന്നപ്പോ ഞാനൊരു ചിന്തിച്ചു, ഓക്കെ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഒരു ഐ ഓപ്പണിംഗ് സെനാറിയോ ആണ്, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തു, ഓക്കെ ഞങ്ങള് ഒത്തിരി ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഹസ്ബൻഡും ഞാനും. പിള്ളേർക്ക് അത്ര ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു ട്രാവൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഹരമാണ്. അപ്പൊ വീട്ടിലെ കുറെ മണിക്കൂറുകൾ ഇരുന്ന് കഴിഞ്ഞപ്പോ ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെ ഓർത്തു, ഓക്കെ 60 വയസ്സ് വരെ ഒന്നും ജോലി ചെയ്തോണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഡിസിഷൻ തന്നെയാണ് ഹസ്ബൻഡിന്. അപ്പൊ ഓക്കെ നമുക്കൊന്ന് ഒരു ഇയർലി റിട്ടയർമെന്റ് ഒക്കെ എടുക്കാം. അപ്പൊ അന്നേരം ഞങ്ങളുടെ കാൽക്കുലേഷൻസ് ചെയ്തപ്പോൾ ഓക്കെ സൂപ്പറാനുവേഷൻ ഒക്കെ ഉണ്ട്, കുറച്ച് സേവിങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇത്രയും നല്ലൊരു ആനുവൽ ഇൻകം കിട്ടുന്ന ആ ഒരു ജോലിയാണ് നമ്മൾ നിർത്തുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇൻകം വെച്ച് നമ്മൾ നയിക്കുന്ന ആ ഒരു ഡീസന്റ് ലൈഫ് നമുക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിനോട് തക്ക സേവിങ്സ് ഉണ്ടോ എന്നുള്ള റിയൽ മാത്സ് ഞങ്ങൾ അങ്ങ് ചെയ്തു. അപ്പൊ അന്നേരം റിയലൈസ് ചെയ്തു, ഓക്കെ കുറച്ച് വർഷങ്ങൾക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന് റിയലൈസ് ചെയ്തു. അപ്പൊ അന്നേരം ഓർത്തു, ഓക്കെ എന്നാൽ നമുക്ക് ഒത്തിരി ആൾക്കാർ ബിസിനസ് ഒക്കെ ചെയ്ത് കടയൊക്കെ ഇട്ട് ഡെയിലി ഒക്കെ ചെയ്ത് ഇങ്ങനെ സക്സസ്ഫുൾ ആകണ്ടേ, എന്നാൽ പിന്നെ അങ്ങനെ നോക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങള് ഒരു കടയൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പ്ലാനൊക്കെ അപ്പോയിന്റ്മെന്റ് വരെ എടുത്തു പോയി കാണാനായിട്ട്.
അപ്പം ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അറൌണ്ട് 200,000 ആവുന്നുണ്ട്. ഇപ്പൊ മേഘ പറഞ്ഞു, ജൂലി അതിനെ കുറിച്ച് ഒരു ടച്ച് ബേസ് ചെയ്തു ആ ട്രഡീഷണൽ ബിസിനസിന്റെ. അപ്പൊ അതിലേക്കാണ് ഞങ്ങൾ ആദ്യമേ തിരിഞ്ഞത്. കാരണം നമ്മൾ ചുറ്റിനും കാണുന്ന കാര്യങ്ങളല്ലേ നമ്മൾ അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പോ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മൾ കാണുന്ന ഈ കടകളൊക്കെ രാവിലെ 6 o'clock തൊട്ട് ഓപ്പൺ ആണ്, മിക്കവാറും till 8 PM in the night. അപ്പൊ ഞങ്ങള് ലൈഫ് കൂടുതൽ ഫ്രീ ആകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കട തുടങ്ങിയാൽ ഇത്രയും ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പ്ലസ് ഏർലി മോർണിംഗ് ടു നൈറ്റ് ആരെങ്കിലും കടയിലിരിക്കണം, എന്നാലല്ലേ അതിൽ നിന്നുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ, നമുക്കുള്ള പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. തന്നെയല്ല നമ്മൾ ഹോളിഡേയിലൊക്കെ പോകുമ്പോൾ ആരെ റിലേ ചെയ്യും, ആരെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കും? നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാനായിട്ട്, നമുക്ക് ലൈഫ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ലൈഫ് ആക്ച്വലി കോംപ്രമൈസ് ചെയ്യാനല്ലേ നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ആ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ കട നോക്കാൻ എല്ലാ അപ്പോയിന്റ്മെന്റ് എല്ലാം എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈഫ് കോംപ്രമൈസ് ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇതിനു മുമ്പ് പ്രീവിയസ് സെനാറിയോയിൽ എനിക്ക് വയ്യാതെ വന്നപ്പോൾ നമുക്ക് ഫിസിക്കലി ഒരിടത്ത് പോയി നഴ്സിംഗ് ജോലി ചെയ്താലല്ലേ നമുക്ക് സാലറി കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കലി ഒരിടത്ത് പ്രസന്റ് ആകാതെ, എന്നാൽ നമ്മുടെ വേറെ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ലൈഫ് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെ എന്ത് ഒരു കിട്ടും എന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതുണ്ടോ നോക്കിയിട്ട് ഡോക്ടർമാരും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയത്തില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു കോവിഡിന്റെ സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെയല്ല, ഞാനൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടും അല്ല. എനിക്ക് അത്യാവശ്യം ജോലിയുടെ സംബന്ധിച്ച ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ പേടിയുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഞാൻ നഴ്സിംഗ് മാനേജറായിട്ട് ചെയ്തോണ്ടിരുന്ന, അപ്പൊ ലോങ് അവേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്ത് വന്നാലും ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷിച്ചാലല്ലേ അറിയത്തുള്ളൂ, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ ഓരോ ജഡ്ജ്മെന്റലായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അതങ്ങനെയായിരിക്കും ഇതിങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇത് പ്രത്യേകിച്ച് നമ്മളൊരു ലൈഫിന്റെ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണ് നമ്മൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, ഇതിന് സ്റ്റെപ്സ് ഉണ്ട്. ഒരു നഴ്സസ് ഒക്കെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓസ്ട്രേലിയയിലെ അപ്ര രജിസ്ട്രേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന ആൾക്കാർ എന്തായാലും മലയാളി നഴ്സസ് എന്തായാലും അതിനകത്ത് ഇറങ്ങി തിരിക്കാൻ ഒരു കാര്യമില്ല. അതാണ് ഞാൻ ഫസ്റ്റ് ലോജിക്കലി ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ചു, നമ്മൾ എല്ലാം പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്രീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഫ്രീ രജിസ്ട്രേഷൻ നമുക്ക് കുറച്ചൊരു ബേസിക് ഇൻഫർമേഷൻ തന്നു. അത് ഇപ്പോൾ ഓക്കെ, റീഫണ്ടബിൾ $149 പേ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിനെ കുറിച്ച് A to Z പഠിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, റീഫണ്ടബിൾ ആണ്, പിന്നെന്താ കുഴപ്പം, അതൊരു $149 ഉള്ളൂ. ഞാൻ ഓർത്തു അങ്ങനെ ഓക്കെ, അത് പേ ചെയ്യാം. ഞാനും ഹസ്ബൻഡിനോടും പറഞ്ഞു, ഇത് ഞാൻ എനിവേ ഓൾമോസ്റ്റ് ഡിസിഷൻ എടുത്തു ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് രണ്ടുപേരുടെയും ഫാമിലിയുടെ മൊത്തം ഉള്ള ഒരു ഫ്യൂച്ചറിനാണ്. നമ്മൾ രണ്ടുപേരും ഈ വീഡിയോസ് വാച്ച് ചെയ്യുക, ബിസിനസിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമുക്കിത് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മുടെ പ്രീ കോച്ചിങ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അത് കഴിഞ്ഞിട്ട് കോച്ചിങ് കോളും ഞങ്ങൾ രണ്ടുപേരും കൂടെ അറ്റൻഡ് ചെയ്തു. ഓർത്തതെന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ രണ്ടുപേരും പഠിച്ചിരുന്നു കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളില്ലല്ലോ. കാരണം നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഒരു കാര്യത്തിനെ കുറിച്ച് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലല്ലേ നമുക്ക് ഒരു സ്മൂത്ത് ലൈഫ് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ ഓക്കെ, എനിക്കൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടും ആകണ്ട, എനിക്ക് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാൻ എത്ര തിരക്കാണെങ്കിലും എനിക്ക് ഇതിന്റെ ട്രെയിനിങ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടപ്പോൾ തന്നെ, കാരണം നമുക്കൊരു വില്ലിങ്നെസ് വേണം അല്ലെ, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ല. കൊച്ചു കാര്യങ്ങൾ പഠിച്ച് നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മളിവിടെ അച്ചീവ് ചെയ്യും. നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ആക്കാനായിട്ട് ഇതിനേക്കൂടെ പറ്റും. അപ്പൊ എത്ര തിരക്കാണെങ്കിൽ പോലും ഞാൻ കമ്മിറ്റഡ് ആകുമായിരുന്നു ആ ഒരു ട്രെയിനിങ് തീർക്കാനായിട്ട്. കാരണം ട്രെയിനിങ് തീർത്താലല്ലേ നമുക്ക് ബിസിനസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും പറയുന്ന ഒരു 1/2 hour to 1 hour നമ്മൾ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന.
അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ അതിനകത്ത് 1 hour പോലും ഞാൻ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല, കാരണം അതർ കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ലോങ് അവേഴ്സ് ചെയ്യുന്ന ഫുൾ ടൈം ജോലിയിൽ നിന്ന് മാറി ഞാനിപ്പോൾ പാർട്ട് ടൈം ഒരു ക്ലിനിക്കൽ നഴ്സ് കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഈ ഒരു ഓൺലൈൻ ബിസിനസ്സാണ് എനിക്ക് സാധിച്ചത്. ഇതിന്റെ ഒരു റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു ഇൻസ്പയർഡ് ആവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ബിസിനസ്സിനാണ് നമുക്കൊരു ഇത്രയും നല്ലൊരു കോമ്പൻസേഷൻ പ്ലാൻ ഉള്ളത്, ഒരു പെൻഷൻ ഉള്ളത്, നമുക്ക് ട്രാവൽ അറൗണ്ട് ചെയ്യാനാണ് ഞങ്ങളുടെയൊക്കെ പ്ലാൻ. അന്നേരവും റെഗുലർ ആയിട്ട് നമുക്ക് ഇൻകം തരുന്ന ഈ ഇത്രയും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി പേര് സ്കെപ്റ്റിക്കലായിട്ട് സ്റ്റിൽ വെളിയിൽ ഓക്കെ ഇതെങ്ങനെയൊന്നുമില്ല, ഈ പറയുന്ന ആ ഒരു അത്രയും ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ട്രൈ ചെയ്തതുപോലെ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന മേഘയോ ജൂലിയോ അല്ലെങ്കിൽ പ്രേസിയോ തോമസിയേട്ടനോ ബിജിയോ ട്രൈ ചെയ്തതുപോലെ ഞങ്ങൾ എല്ലാവരും ഇത് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത് അറിയാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ്സും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾക്ക് 60 വയസ്സ് വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അല്ലെങ്കിൽ ഇപ്പോൾ തോമസിയേട്ടനാണെങ്കിൽ ഇപ്പോൾ വേറെ ഒരിടത്ത് ഫിസിക്കലി പ്രസന്റ് ആകാതെ ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു മാർഗമല്ല ഈ ഒരു ഓൺലൈൻ ബിസിനസ്. അപ്പൊ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കും ഒരു റെഗുലർ ഇൻകം ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുവാണ്. നമുക്ക് ട്രാവൽ അറൗണ്ട് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഇൻകം സോഴ്സ് അല്ലേ. നമുക്ക് ഇപ്പൊ ഈ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ കാലശേഷമാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കിട്ടുന്നത്. അതേസമയം ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരെ 18 ആകുമ്പോഴത്തേക്കും അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ചേർക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അത്രയും നല്ലൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു റിട്ടയർമെന്റ് പ്ലാന് ഞാൻ ഓർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനറിയാൻ വൈകിപ്പോയി ഈ ബിസിനസിനെ കുറിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഞാൻ ഓർക്കും ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചല്ലോ, ഇത് തുടങ്ങാനായിട്ട് സാധിച്ചല്ലോ. ഇനിയും ഔട്ടില് എത്രയോ ആൾക്കാർ ഈ ബിസിനസിനെ കുറിച്ച് അറിയാതെയും എന്നാൽ കേട്ടിട്ട് ഇതിനൊന്ന് ട്രൈ ഔട്ട് ചെയ്യാതെ ഒത്തിരി പേര് മാറി നിൽക്കുന്നു. അവരോട് എല്ലാവരും പറയാനുള്ള ഇത്രയും നല്ലൊരു റിട്ടയർമെന്റ് പ്ലാന്, അതും ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ്സിലൂടെ നമുക്ക് ഇത്രയും നല്ലൊരു റിട്ടയർമെന്റ് പ്ലാന് ഒരു ബിസിനസ്സിനും ഓഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രയും നല്ലൊരു കോമ്പൻസേഷൻ പ്ലാൻ ആണുള്ളത്. നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഹോബി നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യാൻ എന്തെല്ലാം ബാക്കി വെച്ചിരിക്കുന്നോ, നമുക്ക് എന്തെല്ലാം ബക്കറ്റ് ലിസ്റ്റ് ആണ് നമുക്ക് ടിക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ളത്, അതെല്ലാം നമ്മൾ ടിക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും നമുക്ക് നല്ലൊരു റെഗുലർ ഇൻകം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള അത്രയും നല്ലൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണിത്. ഓക്കെ, താങ്ക് യു. ബാക്ക് ടു യു പ്രേസി. താങ്ക് യു എൽസേജി, നല്ല വിശദമായി പറഞ്ഞു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദ റൈച്ചസ് പേഴ്സൺ ഇൻഹെറിറ്റൻസ് ടു ഹിസ് ജനറേഷൻസ്. ഓക്കെ, അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ അത് അച്ചട്ടായിട്ട് പാലിക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മള് ഉറപ്പായിട്ടും മിക്കവരും നമ്മളെല്ലാവരും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. നമ്മളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോ എല്ലാം ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇതല്ലേ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുന്ന അതാണ് അല്ലെ. അപ്പം ഞാൻ എൽസിച്ചി ഓൾറെഡി പറഞ്ഞു, അവർക്ക് 18 ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ശരിയാണ്, നമ്മൾ ഇതിൽ വളരെ ഫ്രം സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണിത്. ഓക്കെ, പക്ഷെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ബിസിനസ് അതേപോലെ തന്നെ അവര് വീണ്ടും അത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ഇതിലാണോ എത്രത്തോളം ബിസിനസ് വോളിയം ഉണ്ടാക്കിയോ അത് അങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ പറ്റുന്നു. അവർക്ക് അതിൽ നിന്ന് ദേ ക്യാൻ റീസ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അതൊരു ഭയങ്കര ബെനിഫിറ്റ്. എന്നെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. ഒന്ന്, യു ആർ ലീവിങ് സംതിങ് ഫോർ യുവർ കിഡ്സ്. അത് നാളെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം കൂടെ കുഞ്ഞുങ്ങൾ അല്ലെ. എന്റെ മമ്മയോ അല്ലെങ്കിൽ എന്റെ ഡാഡയോ എനിക്ക് തന്ന ഒരു ബിസിനസ് ലൈക്ക് അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. മാത്രമല്ല
നമുക്ക് LCG എനിക്ക് മെൻഷൻ ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഇതിലൊരു റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ട്. അതായത് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇത്ര ഇത് ബിസിനസ് വോളിയം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി അവർ തന്നെ ഒരു പെൻഷൻ പ്ലാൻ നമുക്ക് തരുന്നുണ്ട്. $5,000 ആണ് നമുക്ക് മന്ത്ലി, അത് സ്ഥിരമായിട്ട്. ഓക്കെ, അത് അച്ചീവ് ചെയ്യാൻ ഒരു 5 to 6 years പോലും നമ്മൾ ഈ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്താൽ അതൊരു നഷ്ടമല്ല. ഓക്കെ, അപ്പം കാരണം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഇപ്പൊ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരു 21-22 ഇയേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമ്മൾ 65-67 ഇയേഴ്സ് വരെ, എത്ര വർഷങ്ങളാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഒരു പെൻഷൻ നമുക്ക് കിട്ടുന്നത്, അല്ലെ? അതും നമുക്കൊരു $5,000 എന്നൊക്കെ പറഞ്ഞ അതൊക്കെ എൻ്റെ മന്ത്ലി സാലറിയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് LCG പറഞ്ഞ, അപ്പം ആ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ഇസ് അമേസിങ്. ഓക്കെ, അപ്പൊ അതിലോട്ട് നമ്മൾ ഒരു 5 to 6 years പോലും ഇഫ് യു പുട്ട് യുവർ സ്വെറ്റ് ഇൻ ടു ദിസ് ബിസിനസ്, ഓക്കെ, യു ആർ ഗെറ്റിംഗ് ദാറ്റ്. അപ്പൊ ആ ഒരു 2 ഫീച്ചറാണ് ശരിക്കും പറഞ്ഞ എന്നെ വളരെ വളരെ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ LCG പറഞ്ഞല്ലോ, ലൈക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഓക്കെ, അല്ല ഇത് ഒരു റിട്ടയർമെന്റ്, ഓക്കെ, നേരത്തെ ഒരു ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ഉള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം തോമസ് ഏട്ടനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, തോമസ് ഏട്ടൻ തന്നെ പറഞ്ഞു, ഓക്കെ, ഹീസ് ഇൻ 70s. ഓക്കെ, അപ്പം 70s പറയുമ്പം ഒരുവിധപ്പെട്ട ആരും ലൈക്ക് വളരെ ആൾക്കാർ ചിന്തിക്കും, ഓ ഇനി ഈ പ്രായത്തിൽ ഞാൻ വല്ലതും ചെയ്യണോ, അതും ഓൺലൈൻ. ഓക്കെ, അപ്പം ഇതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എനിക്ക് എന്ത് ഹെൽപ്പ് കിട്ടും, ഓക്കെ, എന്നൊക്കെ ഉറപ്പായിട്ട് തോമസ് ഏട്ടൻ വിചാരിച്ച് കാണുമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ തോമസ് ഏട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ പല ഫീൽഡിലും വളരെ പ്രോ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയില്ല, എൻ്റെ ഒരു ചെറിയ ചിന്താഗതിയിൽ ഞാൻ പറയുക, അങ്ങനെയൊക്കെ ഉറപ്പായിട്ട് ഒരു ഡൗട്ടുകളൊക്കെ വന്നു കാണുമായിരിക്കുമല്ലോ. പക്ഷേ ഹൗ ഡു യു സർവൈവ്, അല്ലെങ്കിൽ എങ്ങനെ, ഹൗ ഡു യു റൺ ദിസ് ബിസിനസ് വെരി സക്സസ്ഫുള്ളി? ഓക്കെ, വാട്ട് ആർ ദ റിസോഴ്സസ് അവൈലബിൾ ദാറ്റ് ഹാസ് ഹെൽപ്ഡ് യു? സ്പെസിഫിക്കലി ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്? ചേട്ടനൊന്ന് പറയാമോ? ഓവർ ടു യു തോമസ് ചേട്ടൻ. താങ്ക് യു പ്രേസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെയിൻ ബിസിനസ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്. ഞാൻ റിയൽറ്റി ഡയമണ്ട് ഗ്രൂപ്പിൻ്റെ ബ്രോക്കറും സിഇഒയുമാണ്. എൻ്റെ കൂടെ 11 ഏജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ ചില ബുക്സ് റിയൽ എസ്റ്റേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നല്ല രീതിയിൽ ഇതുവരെയൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നതിനോ കസ്റ്റമേഴ്സിനെ അവരുടെ സമയം അനുസരിച്ച് കൊണ്ട് കടന്ന് കാണിക്കുന്നതിനോ സാധിക്കുന്നില്ല. അവർ പറയുമ്പോൾ സാറ്റർഡേയോ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരിക്കണം. എനിക്ക് ചർച്ചിൽ പോകണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അവരെ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. നേരത്തെ ഒരാഴ്ചയിൽ കൂടുതൽ എനിക്ക് വെക്കേഷൻ എടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ സെപ്റ്റംബറിൽ 1 മാസം ഞാൻ വെക്കേഷൻ എടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് ഞാൻ ചെയ്തു. അങ്ങനെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ബിസിനസ് ഇൻ എ ബോക്സ്. അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു ബിസിനസ് എനിക്ക് ഇതിനു മുമ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൂടാതെ എൻ്റെ എല്ലാ ബിസിനസ്സിലും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബിസിനസ്സിൽ യാതൊരു കോമ്പറ്റീഷനും ഇല്ല. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവർ സക്സീഡ് ആകുന്നതോടൊപ്പം കൂടെയുള്ളവർ സക്സീഡ് ആകണമെന്നാണ് ഈ ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് വിധത്തിലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഡേ ടൈമാണ്, ഇവിടെ എന്നാൽ നൈറ്റാണ്. ഇപ്പോഴേ ഞാനൊരു എൻ്റെ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നെങ്കിലും അതിനൊരു ഹെൽപ്പ് കിട്ടും. അതെങ്ങനെ നമുക്കത് മനസ്സിലാക്കാമെന്നുള്ളത് ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നെങ്കിലും അതിന് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ബിസിനസ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞതാണ്, ഞങ്ങൾ എല്ലാവരും ഈ ലൈസൻസ് ഉള്ളവരാണ്. ഞങ്ങളുടെ ഫേസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും സ്കാം അല്ലായിട്ട് ചെയ്യുന്നില്ല. അത് വളരെ ക്ലിയർ ആണ്. ഈ ബിസിനസ്സിന് സ്കാം അല്ല, ഇത് റിയൽ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ ലൈസൻസിനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ് അല്ല ഇത്.
ലെജിറ്റിമേറ്റ് ബിസിനസ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ബിസിനസ്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 1099 കിട്ടും, നമ്മുടെ ടാക്സിനകത്ത് അത് കാണിക്കണം, നമ്മുടെ എക്സ്പെൻസ് അതുപോലെ കാണിക്കാൻ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള നല്ലൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ സ്ട്രെസ് കുറഞ്ഞിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ബയറിനെ കിട്ടി അവരെ ഒരു മാസമോ 2 മാസമോ വീടുകൾ കാണിച്ചിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നത്. എന്നാൽ ഇത് ഞാൻ തുടങ്ങി എനിക്ക് 2ാമത്തെ മാസം ഇതിൽ നിന്നുള്ള കമ്മീഷൻ എനിക്ക് ലഭിക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം പ്രയോജനമുണ്ട്. താല്പര്യമുള്ളവർ ഇതിലേക്ക് വരണം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻ പ്ലാൻ ഉണ്ട്. എൻ്റെ കോച്ച് ഷെറിനാണ്. ഷീ ഈസ് ഇൻ ഹിസ് 40s. She completely retired from her ICU nurse. She has masters in nursing, but she just retired from her nursing and doing full-time digital business. അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും, ലേഡി ഓർ മാൻ, യു ക്യാൻ ഡു ഇറ്റ്. ഞാനതിനൊരു എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് വീണ്ടും പറയുന്നത്. ബാക്ക് ടു പ്രൈസി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേട്ടാ. ലൈക്ക് ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എക്സ്പീരിയൻസസ് ടീച്ചേഴ്സ് എ ലോട്ട് ഓഫ് ലെസൺസ് അല്ലേ. ചേട്ടൻ ലൈക്ക് പറഞ്ഞു പല ബിസിനസ്സുകളും ട്രൈ ചെയ്തു. ലൈക്ക് ലൈക്ക് ഏറ്റവും ലൈക്ക് എങ്ങനെയാണ് ഈ ബിസിനസ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സ്ട്രെസ് ലെവലിലാണെങ്കിലും അത് ഇൻകം ആണെങ്കിലും എന്താണെങ്കിലും അത് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ചേട്ടൻ അതിൽ നിന്ന് കമ്പയർ ചെയ്ത് പറയാനിടായി. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ആ സപ്പോർട്ടീവ് സിസ്റ്റം ആണ്. ഏതൊരു ബിസിനസ് എടുത്താലും പലരും ബിസിനസ് ഫെയിൽ ആകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് എവറി ബിസിനസ് ഹാസ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ് അല്ലേ. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ലൈ അല്ലേ. അപ്പം എവറി ബിസിനസ് ഹാസ് ഇറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ്. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ സ്ത്രീകൾ വളരെ ഇമോഷണൽ ആയ ഒരു ജീവികളാണ് അല്ലേ. അപ്പം നമ്മൾക്കാണ് എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതിൽ പോലും നമ്മൾക്ക് വളരെ ലൈക്ക് നമുക്ക് നമ്മളെ സപ്പോർട്ടീവ് ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ളത്. ഓക്കെ, തോമസ് ഏട്ടൻ പറഞ്ഞ പോലെ ഏത് സമയത്തും ലോകത്തിന്റെ എവിടെയാണെങ്കിലും, ഇപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു. ഓക്കെ, നമുക്ക് ഒരു ലൈക്ക് ഇറ്റ് ഈസ് ജസ്റ്റ് എ മെസ്സേജ് അവേ. ഓക്കെ, ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസേഴ്സ് റൈറ്റ് അവേ. ഓക്കെ, ഇല്ല വിത്തിൻ 24 hours നമുക്കൊരു പേഴ്സണൽ മെന്ററോ കോച്ചോ ഉണ്ടാകും. ഓക്കെ, ലൈക്ക് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിലൊരു തോമസ് ചേട്ടൻ പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. നമുക്കൊരു നല്ല ടീമുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അഫ്കോഴ്സ് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഓൾറെഡി ഉള്ള. അത് നമുക്ക് ഇപ്പൊ നമുക്ക് വീക്ക്ലി നമുക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ പോലും നമുക്ക് ഇപ്പം HCG ഒക്കെ പറഞ്ഞല്ലോ, ചില ദിവസം അതൊന്നും നമുക്ക് ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ റീപ്ലേസ് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീക്കിൽ നമുക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ അപ്പൊ ഇരുന്ന് കാണാനും അപ്പൊ ഇരുന്ന് അത് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ട്രെയിനിങ് സൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം പറയും അഡൽട്സ് ആണ് നമ്മൾ. ഓക്കെ, വി ആർ ഓഡിയോ വിഷ്വൽ ലേണേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സൈറ്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ നോക്കി ചെയ്യാൻ പറ്റുന്ന ഏത് കൊച്ചു കുഞ്ഞിന് പോലും ഇന്ന് വീഡിയോ നോക്കി ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെ. പിള്ളേരെല്ലാം നമുക്കറിയാം അല്ലെ, അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു എല്ലാം ഒരു വീഡിയോ ബേസ്ഡ് യൂട്യൂബിൽ നോക്കിയാണ് പിള്ളേരൊക്കെ ചെയ്യുന്നത്. അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ട്രെയിനിങ് സൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ ഇത് 1 മണിക്കൂറോളം നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം പലർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 1 hourനുള്ളിൽ പോലും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നിട്ടാ. പക്ഷെ ആക്ച്വൽ ബിസിനസ് എങ്ങനെയാണ് അതിന്റെ മോഡൽ എന്നുള്ളത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഡു നോട്ട് വെയിറ്റ് ഫോർ അസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക്
കിട്ടുന്ന ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇന്ന് എടുത്താൽ ലൈക്ക് യുനോ ഇപ്പം തോമസ് ഏട്ടൻ പറഞ്ഞു ഷെറിനെ കുറിച്ച്, ലൈക്ക് ഷെറിനോ എൻ്റെ കോച്ചാണ്. അപ്പം ലൈക്ക് യുനോ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് 5 ഇയേഴ്സ് കണ്ട് റിട്ടയർ ആകാൻ പറ്റി. ഓക്കെ, ഷീസ് ഓൺലി 44. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, ലൈക്ക് വി നീഡ് എ ചേഞ്ച് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, എങ്ങനെ എന്തെങ്കിലും അല്ല, നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലിരിക്കുന്ന ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ഗൈഡ് ചെയ്യാൻ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, hope to see you all inside, and thank you everyone. Thank you Julie Chechi, Mega, Biji, Els Chechi and Thomas Hatton for taking this invite and coming for this live. Thank you all, and best wishes for all your businesses, and we'll see you again. Thank you. Thank you.